ചേട്ടാ ബിരിയാണി വേണോ? ചിക്കൻ ബിരിയാണി, ചൂട് ബിരിയാണി. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പം 19 വയസ്സ്. 19 വയസ്സേ ആയിട്ടുള്ളല്ലേ? 19 വയസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയാണ്. ഒരു ഡാൻസർ കൂടിയാണ്, ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആൾ കൂടിയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഭരണിക്കാവ് ചക്കുവള്ളി റൂട്ടിലാണ് കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഒരു മോനെ കാണാനിടയായി. കയ്യിലൊരു ബോർഡുണ്ട്, ചിക്കൻ ബിരിയാണി 100 രൂപ. എന്താണെങ്കിലും അവൻ സ്മാർട്ടാണ്, നമുക്കൊന്ന് പരിചയപ്പെടാവനെ. എന്തോ പരിപാടി? ചേട്ടാ ബിരിയാണി വേണോ? ചിക്കൻ ബിരിയാണി, ചൂട് ബിരിയാണി. ചൂട് ബിരിയാണി ആണല്ലേ? 100 രൂപയുള്ളൂ. 100 രൂപയുള്ളൂ? 100 രൂപയുള്ളൂ. ഇത് എവിടെ ചെയ്യുന്നേ? ഇത് ഭരണിക്കാവ് ടു ചക്കുവള്ളി. ആണോ? ഇത് വീട്ടിൽ ചെയ്യുന്നതാണോ? അതെ, വീട്ടിൽ ചെയ്യുന്നതാണ്. ആരാ ചെയ്തു തരുന്നത്? എന്റെ ഉമ്മാടെ വാപ്പായും ഉമ്മായും കൂടാണ് ചെയ്യുന്നത്. ആണോ? എത്ര വയസ്സുണ്ട്? എനിക്കിപ്പം 19 വയസ്സ്. 19 വയസ്സേ ആയിട്ടുള്ളല്ലേ? ഒരു കച്ചവടത്തിന് ഇറങ്ങാനുള്ള കാരണം എങ്ങനെയാണ്? കാരണം അവര് ഒറ്റയ്ക്ക് ബിരിയാണി ചെയ്യുന്നതാണോ? എല്ലാവരും ചെയ്യുന്നുണ്ട്. അവര് പാചകക്കാരാണ്. പാചകത്തിനൊക്കെ ബിരിയാണി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് ബിരിയാണി വിൽക്കുന്നുണ്ടോ? വേറെയും വിൽക്കുന്നുണ്ട്. അവരെവിടെയൊക്കെയാ വിൽക്കുന്നത്? അവര് നമ്മുടെ ശാസ്താങ്കോട്ട് വിൽക്കുന്നുണ്ട്, അങ്ങനെ ഒക്കെ ആയിട്ട് വിൽക്കുന്നുണ്ട്. മോൻ എത്ര ബിരിയാണി എടുത്തോണ്ട് ഇറങ്ങും? ഇല്ല, വാപ്പായാണ് കൊണ്ടുവന്ന് വെക്കണേ. എത്രാന്നൊന്നും എനിക്കറിയില്ല. കൊണ്ടുവരുന്നത് ഞാൻ വിറ്റ് കൊടുക്കും. എല്ലാ ദിവസവും കച്ചവടം ഉണ്ടോ? എല്ലാ ദിവസവും അത്യാവശ്യം നല്ല കച്ചവടം. എത്ര മണിയാകുമ്പോ ഇവിടെ വരും? ഒരു 12 മണി ഒക്കെ ആവുമ്പോ എത്തും. എല്ലാം കഴിഞ്ഞ് പോകുമ്പോ എത്ര മണിയാവും? ഒരു 2:50 ആവുമ്പോ. അപ്പൊ ബിരിയാണി നന്നായിട്ട് ചെലവാകുന്നുണ്ടല്ലേ? നമ്മൾ ചിക്കൻ ബിരിയാണി മാത്രമേ ചെയ്യുന്നുള്ളൂ? ചിക്കൻ ബിരിയാണി മാത്രമേ ചെയ്യുന്നുള്ളൂ. മോൻ എന്താ ചെയ്യുന്നത്? വേറെ വല്ല പരിപാടി ഉണ്ടോ? ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആണ്. ആണോ? സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ടോ? ഇപ്പം നിലവിൽ പ്രോഗ്രാമിനൊന്നും പോകുന്നില്ല. പിന്നെ പണ്ട് പോവായിരുന്നു, ഇപ്പൊ പോകുന്നില്ല. എന്താണ് ഭാവിയിൽ എന്താകണമെന്നാണ് ആഗ്രഹം? ഭാവിയിൽ നല്ലൊരു ക്ലാസിക്കൽ ഡാൻസർ ആവണം എന്നുള്ള ഒരു ആഗ്രഹമാണല്ലേ? ഓക്കെ. കുട്ടികളെ പഠിപ്പിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? പഠിപ്പിക്കുന്നൊന്നുമില്ല. അപ്പൊ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഉമ്മായും വാപ്പയൊക്കെ സഹായിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു മൈൻഡ്. അതിനുവേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങുന്നത്. ബിരിയാണി ഇവിടെ കൊണ്ടുവന്ന് വെക്കും, അത് കച്ചവടം ചെയ്യും അല്ലേ? ആൾക്കാരൊക്കെ വാങ്ങിച്ച് സഹായിക്കുന്നുണ്ട്. ഞാനിങ്ങനെ യാത്രയിലായിരുന്നു, ഇന്ന് ഈ റൂട്ടിലായിരുന്നു. അങ്ങനെയാണ് ഈ മോനെ ഈ ഒരു ബോർഡുമായിട്ട് നിൽക്കുന്ന കണ്ടത്. 19 വയസ്സേ ഉള്ളൂ. ആ 19 വയസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയാണ്. ഒരു ഡാൻസർ കൂടിയാണ്, ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പോൾ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഇതാണ് ബിരിയാണി പൊതി. ഇത് വീട്ടിൽ ആരാ? വാപ്പയാണോ ഉണ്ടാക്കുന്നത്? ഉമ്മാടെ വാപ്പ ഉണ്ടാക്കുന്നതാണ്. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കും. നല്ല ബിരിയാണിയാണെന്നാണ് അഭിപ്രായം പറയുന്നത്. നല്ല ബിരിയാണിയാണോ? അതെ, നല്ല ബിരിയാണി. കാരണം പാചകത്തിനൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ബിരിയാണിക്ക് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് സഹായിക്കുക. സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ടാ. ഇത് വരുന്നത് കൊല്ലം ജില്ല അല്ലേ? കൊല്ലം ജില്ലയിൽ. ഇത് ചക്കുവള്ളി കൊട്ടാരക്കര റൂട്ടാണോ? അല്ല, ഭരണിക്കാവ് റൂട്ട്. ചക്കുവള്ളി ഭരണിക്കാവ് റൂട്ടാണ്. അപ്പോൾ എല്ലാവരും ബിരിയാണി വാങ്ങിച്ചത് സഹായിക്കുക. ഇത് 2 എടുത്തോ. എല്ലാ ദിവസവും ഇവിടെ കാണുമല്ലോ അല്ലേ? അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ കാണും. അപ്പോൾ ഒരു ബിരിയാണി സംരംഭം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉഷാറാട്ടെ കച്ചവടമൊക്കെ. ഓക്കെ.